നിങ്ങൾ തമ്മിൽ വഴക്കില്ല, കുറച്ച് ദിവസത്തേക്ക് മീരയെ അവളുടെ വീട്ടിൽ നിർത്തിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഈ രീതിയിൽ സംസാരിച്ചാൽ അതിന്റെ അർത്ഥം എന്താ ആദർശേ? ഭാര്യയും ഭർത്താവും തമ്മിലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും എല്ലാവരെയും ബോധിപ്പിക്കാൻ പറ്റില്ലല്ലോ. അവർക്കൊന്നിച്ച് മുന്നോട്ട് പോവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ആദർശ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. അപ്പൊ ആദർശിനെ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം നമ്മളെ സപ്പോർട്ട് ചെയ്യാ വേണ്ടത്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. സൂരജിനെ രക്ഷിക്കാൻ പണം കൊടുത്ത് സഹായിക്കുന്നതിന് പകരം അതേ പണം മീരയെ ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അതെന്തു മര്യാദയാണ്? എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്. നീ ചെയ്തതിൽ എന്ത് ശരിയുണ്ടെന്നാ പറയുന്നേ? അമ്മേ, ഓരോരുത്തർ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങളെ അവരവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അബി, കുടുംബത്തിൽ ഒരു കുഴപ്പമുണ്ടായാൽ അത് പരിഹരിക്കാൻ വീട്ടിലെ എല്ലാവരും പരിശ്രമിക്കണം. പക്ഷെ നീ ഇപ്പോ എരുതിയിൽ എണ്ണ ഒഴിച്ച് മീരയും ആദർശിനെയും പിരിക്കാനാ നോക്കുന്നത്. ഞാൻ ആരെയും പിരിക്കാനും തിരിക്കാനും ഒന്നും നോക്കുന്നില്ല. സത്യത്തിൽ ഈ വീട്ടിൽ ആദർശിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നത് ഞാൻ മാത്രോ?